തിരുവെഴുത്തിൽ നിന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെയാണ് ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ നമ്മളെ ലേഖന ഭാഗമായി വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം ദൈവവചനത്തിന്റെ പ്രശസ്തി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കൂടി വരികയാണ്. ദൈവജനത്തിന് ഏറ്റവും കൂടുതൽ ബലം നൽകി തരുന്നതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. കാരണം ദൈവവചനം കേൾക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ബലവും കരുത്തും വെളിപ്പെടുവാനായിട്ട് ആകത്തുള്ളൂ. സ്തോത്രം. മാനുഷികമായ പല വാക്കുകൾ മനുഷ്യന്റെ ധൈര്യത്തെ ചോർത്തിക്കളയുമ്പോൾ ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം കർത്താവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും കർത്താവ് പത്രോസ് അപ്പോസ്തലനെ പല രീതിയിൽ കർത്താവ് അവിടുന്ന് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരു ലീഡർഷിപ്പ് വഹിക്കുവാൻ ഉത്തരവാദിത്വമുള്ള അത്രമാത്രം പക്വതയുള്ളൊരു മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ബാക്കി 11 ശിഷ്യന്മാരും വളരെ ആദരവോടുകൂടെ പത്രോസിനെ കണ്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് തൻ്റെ സഭയെ ഏൽപ്പിക്കുവാൻ ദൈവം 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പത്രോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പത്രോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും പത്രോസ് പിന്മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ മെസ്സേജുകൾ കേട്ട് പ്രസംഗങ്ങൾ കേട്ട് മുമ്പോട്ട് ആവേശത്തോടെ ഇറങ്ങി വന്നു എങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹം പരാജയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ ചരിത്രം നമ്മൾ എടുത്തു പഠിച്ചാൽ സ്തോത്രം, ഇത്രമാത്രം ധീരനായ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇത്രമാത്രം ഭീരുത്വമുള്ള ഒരു മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഒരുപോലെ തന്നെ ധൈര്യവും അതുപോലെ തന്നെ ഭീരുത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് പത്രോസ് അപ്പോസ്തലനെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ആ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സ്ഥലമാണ് പ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നത്. നമുക്കറിയാം യേശു കർത്താവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി ആ ഭക്തന്മാർ ദൈവത്തിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതിന് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം കുറച്ചുകൂടെ നമ്മൾ 20-21 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ സ്വഭാവത്തെ വളരെ വ്യക്തമായി യോഹന്നാൻ അപ്പോസ്തലൻ വരച്ച് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ഹല്ലേലൂയ എഴുന്നേറ്റ് യേശു കർത്താവാണെന്ന് പറയുവാൻ പോലും മടിച്ച പത്രോസിനെയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാം അസ്തമിച്ചു. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ പണിക്ക് പോകുവാൻ അല്ലെങ്കിൽ കൂട്ടുകാരെയും കൂടെ ഉദ്ബോധിപ്പിച്ചതിനു വേണ്ടി പോയ മനുഷ്യനാണ് പത്രോസ് എന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിനകത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പത്രോസിനെ വീണ്ടും പുറകെ ചെന്ന് അവനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ദൂത് ആ വചനത്തിൽ നിന്നുകൊണ്ട് പറയാ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവരെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായി തരും. ഒരാമേൻ പറയാമോ? ഒന്നുകൂടെ ഞാൻ കയറി പറയാം. ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ദൈവിക ട്രാക്കിലല്ലെങ്കിലും അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് അവൻ പുറത്തു പോയാലും സ്വർഗം അവനെ പിന്തുടർന്ന് ദൈവം അവനെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പത്രോസിന്റെ ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. വിശ്വസിക്കുന്ന രാമൻ പറയാമോ? ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ച് പറയണം, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ സഭയിൽ എന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവിക നിറവ് നിങ്ങളിലേക്ക് കർത്താവ് പകർന്നു തരുന്നത്. സ്തോത്രം. ഭയപരവശനായി ഭൂമിനകത്ത് ഒളിച്ചിരുന്ന പത്രോസ് ഇതാ അഭിഷേകത്തിന്റെ ദിവസം പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി അപ്പോസ്തലന്മാരുടെ മേൽ പതിയുവാനിട്ടിടയായി. അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുവരെ ഭയവരസരായിരുന്ന ഹല്ലേലൂയ മനുഷ്യരെ, പരീക്ഷന്മാരെ, ശാസ്ത്രിമാരെ, റോമൻ പട്ടാളക്കാരെ ഭയപ്പെട്ട ഉൾമുറിക്കകത്ത് പ്രവേശിക്കപ്പെട്ട അപ്പോസ്തലനായ പത്രോസ് ഇതാ ഹല്ലേലൂയ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജീവന്റെ സുവിശേഷം
അവരോട് പ്രസംഗിക്കുന്ന ഭാഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ, തുടർന്നുള്ള പ്രസംഗങ്ങൾ, തുടർന്നുള്ള ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾ എടുത്തു പഠിച്ചാൽ ഹല്ലേലൂയ, ഇതുപോലെ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ഭക്തനെ കാണുവാൻ കഴിയത്തില്ല. ഒരാമേൻ പറയാമോ? അങ്ങനെയാണെങ്കിൽ തന്നെ വലിയ വിദ്യാഭ്യാസമില്ലാത്ത സ്തോത്ര ആ മീന്റെ മണം മടക്കുന്ന ആ ഭക്തനായ മനുഷ്യന്റെ തൂലികയിലൂടെ വെളിപ്പെട്ട 2 ലേഖനങ്ങളാണ് അപ്പോൾ സ്തോത്ര പത്രോസിന് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനം എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഈടുറ്റ വെളിപ്പാടുകളുടെ കലവറ ദൈവ തന്റെ ഭക്തനിലൂടെ കൈമാറുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് ദൈവത്തിന്റെ അഭിഷക്തനായ പത്രോസ് തന്റെ സഭയെ പഠിപ്പിക്കുന്ന 1-2 ആത്മീയ വെളിപ്പാടുകൾ ആ ലേഖനങ്ങൾക്കകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ആ വചനത്തിന്റെ വിടുതൽ ചില കുടുംബങ്ങളിലേക്ക് വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെയധികം ആവേശത്തിൽ ദൈവകൃപയുടെ ജ്വലനം വെളിപ്പെട്ട ഒരു നൂറ്റാണ്ടാണ് 1-ാം നൂറ്റാണ്ട്. ക്രിസ്ത്യ സഭയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു നൂറ്റാണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ യേശു കർത്താവിന്റെ ഡയറക്റ്റ് അപ്പോസ്തലന്മാർ ദൈവിക നിയോഗം പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കപ്പെട്ട വർഷങ്ങളായിരുന്നു 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ പ്രതിഫലനം നമുക്കറിയാം. രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായി, രാജാക്കന്മാർക്ക് വെല്ലുവിളിയായി ദൈവത്തിന്റെ സഭ ഹല്ലേലൂയ അതിരുകളെ ഭേദിച്ച് വളരുവാനായിട്ടിടയായി തീർന്നു. നസ്രായൻ എന്ന ഒറ്റ നാമത്തിനകത്ത് ഹല്ലേലൂയ അനേകായിരങ്ങൾ കർത്താവിലേക്ക് വരുന്നത് കാണുവാൻ ഇടയായി തീർന്ന ഒരു വർഷമാണ് 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായി, രാജാക്കന്മാർക്ക് വെല്ലുവിളിയായി ദൈവസഭ പടർന്ന് പന്തലിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് പീഡനങ്ങളുടെ മുറകളും വർദ്ധിക്കുവാനായിട്ടിടയായി. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ സഭ അനുഭവിച്ചതുപോലെ ഒരു കൊടിയ പീഡനം പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നില്ല. അത്രമാത്രം മൃഗീകമായ പീഡനങ്ങളാണ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ സഹിക്കുവാനായിട്ടിടയായി തീർന്നത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് റോമൻ പടയിലെ കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു നീറോ ചക്രവർത്തി എന്ന് പറയുന്നത്. നീറോയുടെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ഏറ്റവും കൂടുതൽ പീഡനം മുറ അഴിച്ചുവിട്ടൊരു മനുഷ്യനാണ്, ഒരു രാജാവ്, ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനത്തെ വല്ലാതെ പീഡിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ആ സമയത്ത് റോമൻ പട്ടണം കത്തിച്ചിട്ട് ആ കുറ്റം ദൈവജനത്തിന്റെ മീതെ ആ കുറ്റം ചാർത്തപ്പെടുവാനായിട്ടിടയായി. അതിന്റെ ഫലമായി സ്തോത്ര ഇതുപോലെ ഒത്തിരി ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നവർ സ്വദേശം വിട്ട്, അവരുടേതായ പിതൃദേശം വിട്ട്, അവരുടേതായ അവകാശം വിട്ട് അവർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായി. കരമുയർത്തിയ രാമൻ പറഞ്ഞാട്ട് ഒന്നുകൂടെ ഞാൻ കയറി പറയാം. ഹല്ലേലൂയ സ്വദേശത്ത് വസിച്ചുകൊണ്ടിരുന്ന ദേശത്ത് ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അവരുടേതായ ആ രാജ്യത്ത് വസിച്ച്, ആ രാജ്യത്തിന് കരം കൊടുത്ത്, ആ രാജ്യത്തിൻ്റെതായ നിയമം അനുസരിച്ച്, അവരുടേതായ എല്ലാ നിയമസംഹിതകളും പഠിച്ച് ആ രാജ്യത്ത് വളരെ സുരക്ഷിതമായി വസിച്ചുകൊണ്ടിരുന്ന ക്രിസ്തീയ വിശ്വാസികളായ ജനം കാരണത്താൽ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള കാരണത്താൽ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ സ്വദേശം വിട്ട്, അവകാശം വിട്ട് അവിടുന്ന് മാറിപ്പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായി. കരമുയർത്തിയ രാമൻ പറഞ്ഞാട്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഈ ഒരു കാലഘട്ടത്തിലും എത്രയോ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ എത്രയോ തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വദേശത്ത് അവർ പാർക്കുന്നതായ ദേശത്ത് പാർക്കുവാൻ കഴിയാതെ സ്വദേശികളാലുള്ള ആ സ്തോത്ര ആ ഒരു പ്രതിസന്ധി അവർ അനുഭവിച്ച് ആ ദേശം വിട്ട് വേറെ ദേശത്ത് സുരക്ഷിതമായി പാർക്കുവാൻ വേണ്ടി അവർക്ക് പോകേണ്ടി വരുന്നുണ്ട്. സ്തോത്ര ഒരു കാര്യം ചിന്തിക്കണം, അവർ പാർത്തുകൊണ്ടിരുന്ന ഭവനത്തിൽ, അവർ പാർത്തുകൊണ്ടിരുന്ന ദേശത്ത് അവർക്ക് അവരുടേതായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വേറെ സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ പഴയതുപോലെ അവർക്ക് നിലനിൽക്കുവാനോ പഴയതുപോലെ മുമ്പോട്ട് പോകാനോ കഴിയാത്ത സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുകയാണ്. എന്ന് പറഞ്ഞാൽ അന്യദേശത്ത് മറ്റ് ആരും കാണപ്പെടാത്ത ദേശത്ത് പോയി പാർക്കുമ്പോൾ ആരാധനയ്ക്ക് ക്ഷാമം വരുന്നു, പ്രാർത്ഥനകൾക്ക് ക്ഷാമം വരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായി ഹല്ലേലൂയ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്തന്റെ ആത്മീയ ജ്വലനം ദിവസവും പടിപടിയായി സ്തോത്രം അത് കുറഞ്ഞു ഒരവസ്ഥയിലേക്ക് ഈ വ്യക്തി മാറ്റപ്പെടുകയാണ്. ഇങ്ങനെ പല ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്ത് വിശ്വാസത്തിന്റെ തീഷ്ണത കുറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല, ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ടോ ഇല്ല, ഒരു വല്ലാത്ത പരുവത്തിനകത്ത് ഒരു പ്രത്യേക സ്റ്റേജിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഭക്തന്മാരെ ആത്മാവിൽ ഉറപ്പിക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനായ പത്രോസ് തന്റെ വെളിപ്പാടുകൾ കൈമാറുവാനായിട്ടിടയായി. കരമുയർത്തിയ രാമൻ പറഞ്ഞാട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും ഈ വിശുദ്ധ ആരാധനയ്ക്കകത്ത് വചനം കേൾക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയുന്നു,
ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ഏത് വ്യക്തിയാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് ദേശത്താണ് നിങ്ങൾ പാർക്കുന്നതെങ്കിലും, ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യമോ, ഇന്നലകളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ദൈവകൃപയോ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ലേ? നീ ഭയപ്പെടേണ്ട. വചനം തന്ന് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഈ ആരാധന നടക്കുമ്പോൾ തളർന്നിരിക്കുന്ന ചില കുടുംബത്തെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആത്മീയത്തിൽ കരുത്തു കുറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ വളരെയധികം ജ്വലിക്കപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളെ ഇന്ന് ഈ ആരാധന ദൈവം പുറത്തെടുക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആത്മീയ ക്ഷീണം സംഭവിച്ച് പ്രാർത്ഥിക്കുവാൻ മടുപ്പ് തോന്നുന്ന ചില വ്യക്തികളെ ദൈവാത്മാവിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കാരണം കണ്ട ദൈവിക പദ്ധതിക്കകത്തുള്ള ഒരു വ്യക്തിയും തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തിരുവചനത്തിനകത്ത് ധൈര്യം കുറഞ്ഞുപോയ അഭിഷക്തന്മാരെ ദൈവം പോട്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ല. അവരെ ചെന്ന് തട്ടി ഉണർത്തി അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുത്ത് കരുത്തോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച ചരിത്രം വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ, അയ്യോ പ്രാർത്ഥനയില്ലല്ലോ, ആരാധനാലയങ്ങൾ അടയപ്പെട്ടല്ലോ, ഹല്ലേലൂയ, കൂട്ടായ്മകൾ ബന്ധം അറ്റുപോയല്ലോ, ദൈവദാസന്മാരെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആത്മീയ ജീവിതം ശുഷ്കിച്ചു പോയെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നിങ്ങളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുന്നതായി തീരട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കേവലം പറയുന്ന വചനങ്ങളല്ല, ഇന്ന് ഈ വചനത്തിന്റെ വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തെ ത്യജിച്ചു കളയുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് എന്തു ഗുണമെന്ന് ചോദിക്കുന്ന ചില വ്യക്തികളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് ഈ വചനത്തിലൂടെ സ്വർഗീയ സന്ദേശം കൈമാറുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പുണ്ടോ? നിങ്ങൾ സ്വർഗീയ പദ്ധതിക്കാരാണ്. സ്വർഗീയ പദ്ധതിക്കകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്പം തളർന്നിരുന്നാലും അതാത് സമയത്ത് വേണ്ടത് നിനക്ക് നൽകി തന്ന് നിന്നെ കരുത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് തന്റെ അനുഭവത്തിൽ ചാലിച്ചെടുത്ത ദൈവിക വെളിപ്പാടുകൾ യേശുവിനെ വിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ താൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പോൾ യേശു കർത്താവ് പുറകെ വന്ന് പത്രോസിന്റെ പേര് വിളിച്ച് ഹല്ലേലൂയ അവന്റെ ക്ഷീണത്തിന് ആവശ്യമായ ആഹാരം കൊടുത്ത് സ്വർഗീയ ദൗത്യം അവനെ ഏൽപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് തപ്പെട്ട് കിടക്കുന്ന ദൈവിക ശുശ്രൂഷകനാണെങ്കിലും നിന്നെ പുറത്തെടുക്കുവാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ഈ ആരാധന നടുവിൽ ചില നുകങ്ങളെ കർത്താവ് പൊട്ടിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ തീർന്നു എന്ന് പറഞ്ഞ് ഒതുക്കി വെക്കാൻ നോക്കുന്ന സകല മേഖലക്കകത്ത് ഇന്ന് ഈ ആരാധന നടുവിൽ ദൈവം വിടുതൽ തരുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയൂ? യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കരുത്തന്മാരായ അഭിഷക്തന്മാർ ഈ കാലഘട്ടത്തിൽ പുറത്തു വരാൻ പോകുകയാ. നിങ്ങൾ ആമേൻ പറഞ്ഞ ദൂതിന്റെ മുമ്പിൽ ഏറ്റെടുത്തോ. എല്ലാവരും പറഞ്ഞു, അയ്യോ അഭിഷക്തന്മാരുടെ ശുശ്രൂഷ തീർന്നു, പ്രസംഗിക്കാൻ വേദികളില്ല. പേടിക്കണ്ട, അവരെ ദൈവ കരുത്തന്മാരാക്കി ഈ കാലഘട്ടത്തിന്റെ നാവാക്കി ദൈവ പുറത്തെടുക്കുന്ന സമയം വരുന്നു എന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളെ ഒരു അഗ്നി നാവായി കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അവരെ ആത്മാവിൽ ഉറപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്തൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 23-ാമത്തെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കരവും ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. രണ്ട് പദങ്ങൾ പത്രോസ് അപ്പോസ്തലൻ, ഈ ഒന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, രണ്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ദൈവിക ദൂത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ ലേഖനം ഈ ഒറ്റ അധ്യായത്തിനകത്ത് 3
പ്രധാനപ്പെട്ട ഭാഗം പത്രോസ് അപ്പോസ്തലൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ലോകം നശ്വരമായ ലോകമാണ്. ഈ ലോകമെന്ന് പറയുന്നത് അത് സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഇന്നലെ കർത്തൃദാസൻ വൈകിട്ട് പ്രസംഗിച്ചപ്പോൾ ഒരു പദം ഈ ഭൂമിയെ പറ്റി പറയുവാനായിട്ടിടയായി. നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് എക്സ്പയറി ആയ ഒരു ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. അടുത്ത നിമിഷം എന്തോ സംഭവിക്കാം. പ്രതീക്ഷയോടെ അല്ല ഇവിടെ കാത്തിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തന് അതിൻ്റെ മീതെ ഒരു പ്രതീക്ഷയുണ്ട്. എക്സ്പയറി ആയ ഭൂമിയിൽ പാർക്കുമ്പോഴും നമ്മളെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവത്തെ ഇന്നു പകലിൽ നാം തിരിച്ചറിയണം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വസിക്കുമ്പോൾ ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം നിലനിൽക്കുന്നതല്ല, ഈ ലോകം മാറ്റപ്പെടുന്നതാണ്. എന്ന തിരുവചനത്തിനകത്ത് ലേഖനം 1-ാം അധ്യായത്തിനകത്ത് പറയുന്ന മൂന്ന് ഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 5-ാമത്തെ വാക്യം. മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ നിന്ന് ഒരു വചനത്തെ നിങ്ങളുടെ മുമ്പിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിലനിൽക്കുന്ന അവകാശം. ഒരാമേൻ പറഞ്ഞാട്ട്, കരം ഉയർത്തി പറഞ്ഞാട്ട്, നിലനിൽക്കുന്ന ഒരു അവകാശം എന്ന് പറഞ്ഞാട്ട്. സ്തോത്രം. രണ്ടാമത്തെ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 18-ാമത്തെ വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ ഭാഗത്തുനിന്ന് ഒരു ഭാഗം പറയുന്നു, ഹല്ലേലൂയ, നശിക്കാത്ത വീണ്ടെടുപ്പ് ദൈവം നമുക്ക് നൽകി തന്നു. 1, നശിക്കാത്ത അവകാശത്തെ ദൈവം നമുക്ക് നൽകി തന്നു. 2, നശിക്കാത്ത ഒരു വീണ്ടെടുപ്പ് ദൈവം നമുക്ക് നൽകി തന്നു. 3-ാമത്തെ ഭാഗം നമ്മൾ ആരംഭത്തിൽ വായിക്കുവാനായിട്ടിടയായി. സ്തോത്രം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ കേറി പറയാം, നശിക്കാത്ത വചനം. 3 ഭാഗങ്ങൾ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് അത് മാറ്റപ്പെടാനുള്ളതാണ്, നശിക്കുവാനുള്ളതാണ്. ഈ ലോകത്തിലുള്ള സകലതും കണ്ണിൽ നിന്നും മാറ്റപ്പെടും. എന്നാൽ ഈ വചനത്തിനകത്ത് ദൈവമക്കൾക്ക് പ്രത്യാശ നൽകി തരുന്ന വചനമായി വെളിപ്പെടുന്നു. 1, നശിക്കാത്തൊരു അവകാശം ദൈവത്തിന്റെ ജനത്തിന് വെച്ചിട്ടുണ്ട്. 2, നശിക്കാത്തൊരു വീണ്ടെടുപ്പ് ദൈവത്തിന്റെ ജനത്തിന് വെച്ചിട്ടുണ്ട്. 3, നശിക്കാത്ത വചനം ദൈവത്തിന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്. ഈ 3 ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ആത്മീയ വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ജനം സ്വദേശം വിട്ട്, അല്ലെങ്കിൽ അവകാശങ്ങൾ വിട്ട്, അവരുടേതായ താല്പര്യങ്ങൾ വിട്ട് ആ ഒരു ഭൂമി, ജന്മഭൂമിയിൽ ഒരു മനുഷ്യൻ പാർക്കുമ്പോൾ അവൻ്റെതായ റൈറ്റ്സ് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ദേശത്ത് അവൻ അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അവിടെ വിട്ടിട്ട് ആ ദേശം വിട്ടും വേറൊരു ദേശത്ത് ഭയം നിമിത്തം ഓടിപ്പോകേണ്ടി വന്ന ഭക്തന്മാരോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പാർക്കുന്നത് നിങ്ങളുടെ സ്വദേശത്തല്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തിയെങ്കിൽ, ഇന്നലകളിൽ നിങ്ങളുടെ അവകാശത്തെ വേറൊരു വ്യക്തി ഏറ്റെടുത്തെങ്കിൽ, ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നശിക്കാത്തൊരു അവകാശം എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവന്റെ പേര് നസ്രേനായ യേശു. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൽ ദൈവജനം ഏറ്റവും കൂടുതൽ വീർപ്പുമുട്ടിയത് അവരുടെ അവകാശത്തിന് വേണ്ടിയായിരുന്നു. പിതാക്കന്മാരുടെ അവകാശം വിട്ടിട്ട് പോയി. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിഞ്ഞെന്നുള്ള ഒറ്റ കാരണത്താൽ സ്തോത്ര ഗവൺമെന്റ് അവരുടേതായ അവകാശങ്ങൾ പിടിച്ചെടുത്തു. രക്തബന്ധങ്ങൾ അവരുടേതായ അവകാശങ്ങൾ കൊടുക്കാതെ ഇവര് പിടിച്ചു വെക്കുവാനായിട്ടിടയായി. ജന്മഭൂമിയിൽ ലഭിക്കേണ്ട അവകാശങ്ങളും താല്പര്യങ്ങളും ലഭിക്കാതെ മറുദേശത്ത് പോയി പാർക്കുന്ന ജനത്തോട് അപ്പോസ്തലനായ പത്രോസ് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇന്നലകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നശിച്ചു പോകുന്ന അവകാശമാണ്. എന്നാൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നത് ഒരിക്കലും നശിക്കാത്ത, ആരെ കൊണ്ട് പിടിച്ചു വെക്കാൻ കഴിയാത്ത, ആരെ കൊണ്ട് ഹല്ലേലൂയ നശിപ്പിക്കാൻ കഴിയാത്ത അവകാശത്തിനായിട്ടാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്.
എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ നാം ഏറ്റവും കൂടുതൽ ദൈവസ്ഥനെ സന്തോഷിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് നൽകിത്തരാൻ പോകുന്ന അവകാശം എന്ന് പറയുന്നത് ഇത് ഈ ലോകത്ത് ആരെ കൊണ്ട് എടുത്തു കളയാൻ കഴിയാത്ത അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അവകാശം എന്ന പദത്തെ നമ്മളൊന്ന് എടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ഈ ഒരു അവകാശം എന്ന പദം പല പ്രാവശ്യം ഉരുവിട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. പിന്തുടർച്ച അവകാശം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ അവകാശം മക്കളിലേക്ക് എന്ത് വേണം? വന്നെത്തണം. സ്തോത്രം. അപ്പൊ പിതാക്കന്മാർക്കുണ്ടായിരിക്കുന്ന, പിതാക്കന്മാരുടെ മേൽ വെളിപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങൾ ആരുടെ മേൽ വെളിപ്പെടണം? തലമുറകളുടെ മേൽ മക്കൾക്ക് വെളിപ്പെടണം. അത് പിന്തുടർച്ച അവകാശമാണ്. അത് ഒരു മകൻ എന്ന നിലയിൽ ആ മകന്റെ റൈറ്റാണ്, അവന്റെ അവകാശമാണ് പിതാക്കന്മാരുടെ നന്മ, പിതാക്കന്മാരുടെ അവകാശം അവനോട് ലഭിക്കുക എന്നുള്ളത്. തിരുവചനത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ അവകാശത്തെ ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത അല്ലെങ്കിൽ പിതാക്കന്മാർ കൊടുത്ത അവകാശത്തെ വെല്ലുവിളിച്ച ഒത്തിരി ഭേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മകൻ എന്ന നിലയിൽ ആ മകന് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ തിരുവചനത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ അവകാശങ്ങൾക്ക് വെല്ലുവിളിച്ച്, ഈ അവകാശങ്ങളെ ആധിപത്യം പുലർത്തി, ഈ അവകാശങ്ങളുടെ മീതെ അവകാശം പറയുന്ന വെല്ലുവിളികളുള്ള ഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഒരു ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ എന്ത് ചെയ്യണം? പുറപ്പെട്ടു പോകണം. അപ്പോൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് നീ നിന്റെ ചാർച്ചക്കാരെയോ ജനത്തെയും മറന്നിട്ട് എന്ത് ചെയ്യണം? വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം ഒരു ദേശം പ്രോമിസ് ചെയ്തിട്ടാണ് വിളിക്കുവാനായിട്ടിടയായത്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്. അതൊരു ദേശമാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ത് ചെയ്യണം? നീ പോക. അപ്പൊ പോക എന്ന് പറഞ്ഞാൽ ദൈവം ആ കാലഘട്ടത്തിൽ അബ്രഹാമിനെ ഒരു വ്യത്യസ്തനായി കാണുവാനായിട്ടിടയായി തീർന്നു. ചരിത്ര ഭാഗങ്ങളിലേക്ക് പോകാൻ ആ സമയം അനുവദനീയമല്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ആ ഒരു കാലഘട്ടത്തിൽ, നോഹയുടെ കാലഘട്ടത്തിന് ശേഷം ദൈവം തെരഞ്ഞെടുത്ത ഒരു കരുത്തനായ മനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ പദ്ധതികൾ അബ്രഹാമിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശം കൈമാറുവാനായിട്ടിടയായി. അബ്രഹാമിന് ദേശം ഏതെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ചരിത്രം താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം അബ്രഹാമിന് പ്രോമിസ് ചെയ്ത പ്രോമിസ് ലാൻഡാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. കനാൻ ദേശം ദൈവം കണ്ടു, എൻ്റെ ഭക്തനായ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വസിക്കുവാൻ പറ്റിയ സ്ഥലമാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. തിരുവചനത്തിനകത്ത് നമുക്ക് ഒരു വേദഭാഗം വായിച്ച് ആ ഭാഗത്തിന് 1-2 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 32-ാം അധ്യായത്തിൽ 8-ാം വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജാതികൾക്ക് അവകാശം വിഭാഗിക്കുക. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മഹോന്നതൻ ജാതികൾക്ക് അവകാശം ജാതികൾക്ക് അവകാശം വിഭാഗിക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ വേർപിരിയുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം, അവൻ ഇസ്രായേൽ ജനത്തിന്റെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ഒരാമേൻ പറഞ്ഞാട്ട് ഒരു വചനം കൂടെ നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം. 55-ാമത്തെ വാക്യം. നിന്ന് അവൻ ജാതികളെ നീക്കി, അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കി ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. അവൻ അവകാശം പകുത്തു കൊടുത്തു. ഒരാമേൻ പറഞ്ഞാട്ട് ഈ 2 വചനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത സ്ഥലമാണ് ഏത്? കനാൻ ദേശം എന്ന് പറയുന്നത്. എന്നാൽ കനാൻ ദേശത്തെ അവകാശം പറയുന്ന ജാതികൾ ഉണ്ടായിരുന്നു. ദൈവം ആ ജാതികളെ എന്ത് ചെയ്തെന്നറിയാമോ? വചനം എഴുതിയിരിക്കുകയാണ്, അവരെ അവിടെ നിന്ന് നീക്കിയിട്ട് അവകാശം ആർക്ക് കൊടുത്തു? ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന്റെ ജനത്തിന് ദൈവം അവകാശം കൊടുത്തു. എന്തുകൊണ്ടാണ് ഇന്നും
സ്തോത്ര ലോക ജാതികൾ, ലോക രാജ്യങ്ങൾ ഇസ്രായേലിനെ നോക്കുന്നതെന്നറിയാമോ? സ്തോത്രം, ദൈവം കൊടുത്ത അവകാശത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കുവാൻ ഇന്നും ഇസ്രായേലിനെതിരെ യുദ്ധങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് ഒരു കാര്യം ആ വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ജനത്തിന് കൊടുത്ത പ്രോമിസ് ലാൻഡാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. എന്നാൽ കനാൻ ദേശം അവകാശപ്പെടുത്താൻ ഈ ജനത്തിന് വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാതികൾ തമ്പടിക്കുവാനായിട്ടിടയായി. ജാതികളോടുകൂടെ ആ രാജ്യത്ത് അവർ പാർക്കുവാനായിട്ടിടയായി. നമുക്കറിയാം, പഴയ നിയമം പഠിക്കുമ്പോൾ 7 ശക്തന്മാരായ രാജ്യങ്ങളായിരുന്നു ഈ രാജ്യത്തോട് ചേർന്ന് വസിച്ചു കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ജനത്തെ സ്വന്തം അവകാശത്തിലേക്ക് കടത്തിവിടാതെ വേണം, അതിനെ അവകാശം വിട്ടുകൊടുക്കാതെ വേണം, ജനത്തെ അവകാശ ഭൂമിയിലേക്ക് നശിപ്പിക്കാതെ വേണം. അവിടെ ചുറ്റും പാർത്തുകൊണ്ടിരുന്ന ജനം അതിന് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശത്തിന്റെ മീതെ വേറെ ഏത് ജാതീയ ശക്തികൾ അവകാശം പറഞ്ഞ് അതിന് ആധിപത്യം പുലർത്തിയാലും അതിനെ നീക്കുവാൻ കഴിവുള്ള സ്വർഗം ഇന്ന് പകൽ ഇറങ്ങാൻ പോകുകയാ. ഒരാമേൻ പറഞ്ഞ ദൂതന് മുമ്പിൽ ഏറ്റെടുത്താട്ടെ. ഒന്നുകൂടെ ഞാൻ കയറി പറയാം, ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശത്തെ ആധിപത്യം പുലർത്തി രാഷ്ട്രീയ ബലം കൊണ്ടു, കരുത്തുകൊണ്ടു, അവരുടേതായ സാമുദായിക ബലം കൊണ്ടു അതിനെ കൈവശപ്പെടുത്താൻ ഓങ്ങി നിൽക്കുന്ന ചില ജാതീയ ശക്തിയുടെ മീതെ ഇന്ന് ദൈവത്തിന്റെ കരം വീഴാൻ പോകുകയാണ്. ദൈവം തന്റെ ജനത്തിന് കൊടുത്ത ആ ദേശമാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. കനാൻ ദേശത്തിന് എന്താ ഇത്ര വലിയ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ, കനാൻ ദേശത്തിനെതിരെ അവകാശം പറയുവാൻ അനേക ജാതികൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശത്രുവിനറിയാം, ഇവനെ ഇവിടെ നിന്നും മാറ്റിയില്ല എങ്കിൽ ഇവൻ ഇവിടെ വലിയൊരു ശക്തിയായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ ആരാധനകൾ, ജാതീയ പ്രതിസന്ധികൾ, ജാതീയമായിട്ടുള്ള സകല വെല്ലുവിളികളും അവരിലേക്ക് അഴിച്ചുവിട്ട് വീണ്ടും അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്തുള്ളവരെ തിരുവചനത്തിനകത്ത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തമായിരുന്നു അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് അവിടെ പാർക്കുവാൻ കഴിയാതെ ജാതീയ ആധിപത്യം പുറത്തുനിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവരെ വീണ്ടും അവിടുന്ന് പുറത്തെടുക്കുവാൻ അല്ലെങ്കിൽ പദ്ധതികൾ ഒരുക്കുമ്പോഴും ദൈവം പറയുക, ഞാൻ ഇസ്രായേലിന് ആതിരിട്ട് അതിന് ഞാൻ അവകാശം കൊടുത്തിരിക്കുകയാ. ഇന്ന് പകലില് ഈ വചനം എടുക്കുമ്പോൾ സ്തോത്ര, അവകാശങ്ങളില്ല വേദത്തിന്റെ പല മേഖലകൾ അടയപ്പെട്ട ചില വ്യക്തികളോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നീയുമായി ബന്ധപ്പെട്ട് നിനക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങൾ ആര് തടഞ്ഞു വെച്ചാലും ഇന്ന് പകലില് എൻ്റെ ദൈവത്തിന്റെ ശക്തി ആ വിഷയങ്ങളിൽ ചലിക്കാൻ പോകുകയാണ്. അവകാശങ്ങൾക്ക് മീതെ ചലിക്കുന്ന ദൈവത്തിന്റെ ബലമുള്ള ശക്തി. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പിതാക്കന്മാരുടെ അവകാശത്തെ കണ്ണുവെച്ച് അതിഷ്ടപ്പെട്ട് അതിനെ പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തദാസൻ അത് പ്രസംഗിക്കുവാനായിട്ടിടയായി. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 21 അധ്യായത്തിനകത്ത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എന്ത് ചെയ്തു? ചീരത്തോട്ടമാക്കുവാൻ ആഹാബ് ആഗ്രഹിക്കുവാനിട്ടിടയായി. അപ്പോൾ നാബോത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. പിതാക്കന്മാരുടെ അവകാശത്തെ, ദൈവം നിനക്ക് തന്ന അവകാശത്തെ അവകാശം പറഞ്ഞ് അതിനെ കൈവശപ്പെടുത്തുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, അതിനെ മുടിക്കുവാൻ ഇന്ന് പകലില് ആരെല്ലാം കച്ചകെട്ട് ഇറങ്ങിയാലും ദൈവം നിനക്ക് തന്ന അവകാശത്തെ സംരക്ഷിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എനിക്കുറപ്പുണ്ട്, ദൈവം ഈ ദിവസങ്ങളിൽ ചില പ്രവർത്തികൾ ചില കുടുംബത്തിൽ അയക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് ദൈവിക അവകാശം ദൈവ ജനത്തിന് കൊടുക്കാൻ പോകുകയാ. ആ വചനത്തിൽ നിന്ന് വിട്ട് സ്തോത്ര, പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഇപ്പോൾ നിങ്ങൾക്ക് പിതൃഭവനത്തിൽ ഒരു അവകാശമില്ലെങ്കിലും ആര് തൊടാത്തൊരു അവകാശം ഞാൻ നിങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരവകാശം ദൈവം നിങ്ങൾക്ക് നിയമിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ സകലതും നിന്റെ മുമ്പിൽ അടയപ്പെട്ടാലും നിന്റെ ജീവിതത്തിൽ നടയാത്ത ഒരു അവകാശം ദൈവം ഒരുക്കിയിട്ടുണ്ട്.
പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവകാശത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുവാനായിട്ടിടയായി. വിശുദ്ധലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം കൂടെ, ആശ ഇന്നതെന്നും അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ താഴെ വാക്യങ്ങൾ നിങ്ങൾ ഭവനത്തിരുന്ന് വായിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഒരവകാശമുണ്ട്. വിശുദ്ധന്മാരോട് കൂടെ എനിക്കും നിങ്ങൾക്ക് ഒരു പന്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയോടൊപ്പം എനിക്ക് ഒരു അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ആ അവകാശത്തെ തൊടാൻ ഈ ലോകത്തിലെ ഒരു ഭരണകർത്താക്കന്മാർക്കും കഴിയത്തില്ല. ആ അവകാശത്തെ തൊടാൻ ഈ ലോകത്തിലെ രക്തബന്ധങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ആ വചനം എഴുതിയിരിക്കുന്നത്, ആ അവകാശം എന്ന് പറയുന്നത് ക്ഷയമില്ലാത്ത അവകാശം, വാട്ടമില്ലാത്ത അവകാശം, ഹല്ലേലൂയ, മാലിന്യമില്ലാത്ത അവകാശമാണ്. നമുക്ക് നശിക്കാത്ത അവകാശമായി വെളിപ്പെടാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാത്തിരിക്കണം. ഇളകുന്ന രാജ്യത്തിലെ അവകാശങ്ങൾ പലതും നിങ്ങളുടെ മുമ്പിൽ നിഷേധിക്കപ്പെട്ടാലും നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്ന അവകാശം എന്ന് പറയുന്നത് ആരെക്കൊണ്ട് തൊടാൻ കഴിയാത്ത അവകാശം, അല്ലെ ക്ഷയിച്ചു പോകാത്ത അവകാശം, അല്ലെങ്കിൽ ഒരു കൊറോണ വന്നാലും നശിച്ചു പോകാത്ത അവകാശത്തെയാണ് എനിക്കും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഈ അവകാശം വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ദൈവം നൽകിയ അവകാശത്തോട് ചേർന്നാണ് ദൈവം എനിക്കും നിങ്ങൾക്കും ഈ അവകാശത്തെ നൽകി തരുവാനായിട്ടിടയായത്. സമയം ഓടിപ്പോന്നല്ലോ, ഒരു ഭാഗം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം, ഒന്ന്, നമുക്ക് നശിച്ചു പോകാത്ത അവകാശത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറ, ആ അവകാശത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ക്ഷയവും മാലിന്യവും മാറ്റവുമില്ലാത്ത ആ ഒരു അവകാശം ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ലെങ്കിലും കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. ഏത് രാജ്യത്ത് നീ പാർത്താലും, അവിടുത്തെ നീതി നിനക്ക് നിഷേധിക്കപ്പെട്ടാലും, നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് വിലക്കിയാലും പേടിക്കേണ്ട. ആരെ കൊണ്ട് എടുത്തു കളയാൻ കഴിയാത്തൊരു അവകാശത്തിലേക്ക് ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ ചേർക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പിൽ ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 18-ാമത്തെ വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നശിച്ചു പോകാത്തൊരു വീണ്ടെടുപ്പ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു പദപ്രയോഗമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന്റെ മൊത്തം അല്ലെങ്കിൽ കാതലായ വിഷയമെന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ വീണ്ടെടുത്ത ചരിത്രമാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. സ്തോത്രം. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തത്തുല്യമായ ദ്രവ്യം കൊടുത്തോ. ഇവിടെ വചനം എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന, സ്തോത്രം, എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ട് ആ കാലഘട്ടത്തിൽ വീണ്ടെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. നമുക്കറിയാം, ഏതെങ്കിലും വ്യക്തികളെ വേറെ ഏതെങ്കിലും വ്യക്തികൾ പിടിച്ചുകൊണ്ട് പോയാൽ അവരെ മോചിപ്പിക്കുവാൻ മോചനദ്രവ്യം അവരാവശ്യപ്പെടാറുണ്ട്. ഇത്ര രൂപ തന്നാൽ, ഇത്ര സ്വർണം തന്നാൽ, ഇത്ര വെള്ളി തന്നാൽ ഈ വ്യക്തിയെ ഞാൻ മോചിപ്പിക്കാമെന്ന് അവരെ പ്രഖ്യാപിക്കാറുണ്ട്. സ്തോത്രം. അങ്ങനെ ചിലപ്പോൾ യജമാനൻ അടിമകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യജമാനൻ ഈ അടിമകൾക്ക് വേണ്ടി മോചനദ്രവ്യം കൊടുത്ത് ആ മോഷ്ടിച്ച വ്യക്തികളിൽ നിന്ന് അടിമകളെ സ്വതന്ത്രരാക്കാറുണ്ട്. ചില രാജ്യങ്ങൾ, ചില രാജാക്കന്മാരെ അവരുടേതായ അവകാശങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് സ്തോത്രം മോചനദ്രവ്യം ആവശ്യപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ഈ വ്യക്തികളെ തിരിച്ച് റിലീസ് ചെയ്യണമെങ്കിൽ ഇന്ന ദ്രവ്യം, ഇത്രമാത്രം ദ്രവ്യം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അവരെ മോചിപ്പിക്കാമെന്ന് അവർ പറയാറുണ്ട്. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അടിമകളെ, വ്യക്തികളെ സ്തോത്രം മോചിപ്പിച്ച ചരിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വചനം എഴുതിയിരിക്കുന്നത്, നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഒരാമേൻ പറഞ്ഞാട്ട്.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇന്ന് നാം അനുഭവിക്കുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്ന വീണ്ടെടുപ്പല്ല. ഒന്നുകൂടെ ഞാൻ കയറി പറയാം. അടിമകളെ സ്തോത്രം സ്വതന്ത്രരാക്കുമ്പോൾ അടിമകൾക്ക് തത്തുല്യമായ ദ്രവ്യം ആര് ഈ അടിമകളെ അവകാശം പറഞ്ഞോ അവർക്ക് കൊടുക്കുമ്പോൾ ആ ദ്രവ്യത്തെ നോക്കി നമുക്ക് പറയാം, അവന്റെ കയ്യിൽ എൻ്റെ ജീവന് സമാനമായി കൊടുത്തിരിക്കുന്ന ആ ദ്രവ്യമുണ്ടല്ലോ, അത് നശിച്ചു പോകുന്ന ദ്രവ്യമാണ്. ഹല്ലേലൂയ. ആ ദ്രവ്യത്തിന്റെ കാലാവധി കഴിയുമ്പോൾ, ആ ദ്രവ്യത്തിന്റെ ഉപയോഗം കഴിയുമ്പോൾ പിന്നീട് എൻ്റെ ജീവന് പിന്നീട് അവന് വീണ്ടും അവകാശം പറയാം. സ്തോത്രം. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിനെ നോക്കിക്കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഇവിടെ നശിച്ചു പോകുന്ന വെള്ളി കൊണ്ടോ ഇവിടെ നശിച്ചു പോകുന്ന സ്വർണം കൊണ്ടോ അല്ല. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ജീവനുള്ള രക്തം കൊണ്ട്. എത്ര പേർക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. ഹല്ലേലൂയ. അതിന് വിലയിടുവാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു രക്തബന്ധത്തിനും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു സമുദായത്തിനും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു ആചാരത്തിനും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു അനുഷ്ഠാനങ്ങൾക്ക് കഴിയത്തില്ല. എന്നെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ വിലയേറിയ രക്തം. നെഞ്ചത്ത് കൈവച്ച് പറയാമോ, വിലയേറിയ രക്തം എന്ന് പറയാമോ? ഹല്ലേലൂയ. ആ വാക്കിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്ര. വിലയുള്ള എന്നല്ല, വിലയേറിയ എന്ന് പറഞ്ഞാൽ ഏതു രാജ്യത്തിലെ കറൻസി കൊണ്ട് വിലയിട്ടാലും, ഏതു വ്യക്തികളുടെ സ്തോത്ര പ്രൗഢി കൊണ്ട് വിലയിട്ടാലും വിലയിടാൻ കഴിയാത്തൊരു രക്തം കൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടെടുത്തത്. ഒരാമേൻ പറയാമോ? അതുകൊണ്ടൊരു കാര്യം പറയാ, ഇത് നശിച്ചു പോകുന്ന വീണ്ടെടുപ്പല്ല. മാസം മാസം ഹല്ലേലൂയ വീണ്ടും വീണ്ടും വീണ്ടെടുപ്പ് നടക്കണ്ട. വർഷം തോറും വീണ്ടെടുപ്പിന് വേണ്ടി നീ വില കൊടുക്കേണ്ട. നിങ്ങളെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു. വിലയേറിയ രക്തം കൊണ്ട് അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട്, ഈ യേശുവിന്റെ രക്തം ഇന്നും സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് അവകാശം പറയുവാൻ ഇനിയും ഒരു ശത്രുവിനും കഴിയത്തില്ലെന്ന്. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒറ്റ ദൂത് ഞാൻ പറയാ, ഹല്ലേലൂയ. ഈ രക്തത്തിന്റെ അവകാശം നിന്നിലുള്ളിടത്തോളം കാലം ഏതു വെല്ലുവിളി വന്നാലും ആരവകാശം പറഞ്ഞാലും നിന്നെ എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദ്രവ്യം അവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവന്റെ ജീവന് സുരക്ഷിതമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അടിമയുടെ ജീവന്റെ വില എന്ന് പറയുന്നത് അടിമയെ സ്വതന്ത്രരാക്കാൻ യജമാനൻ കൊടുത്ത ദ്രവ്യമാണ്. ആ ദ്രവ്യം ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ അടിമയ്ക്ക് ഹല്ലേലൂയ ജീവന് സുരക്ഷിതത്വമാണ്. എന്നാൽ പത്രോസ് പറയുകയാണ്, ജീവന് വീണ്ടെടുക്കാൻ വേണ്ടി ദ്രവ്യം കൊടുത്തല്ലോ, ആ ദ്രവ്യം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ദ്രവ്യമാണ്. ഹല്ലേലൂയ. സമയത്തിന്റെയും കാലത്തിന്റെയും ദൈർഘ്യത്തിനകത്ത് ഒന്നെങ്കിൽ അതിന്റെ മൂല്യം ഇടിയും, അല്ലെങ്കിൽ അതിന്റെ മൂല്യം നഷ്ടപ്പെടും. എന്നാൽ ഹല്ലേലൂയ ഒരിക്കലും എത്ര വർഷങ്ങൾ ചെന്നാലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും നശിക്കാത്ത, ഇന്നും ഹല്ലേലൂയ ജീവനോടെ സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. അതാ കാൽവറിയിൽ വെളിപ്പെട്ട പുണ്യാക രക്തം. കർത്താവിന് മഹത്വം കൊടുക്കാമോ? ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഇനി ശത്രുവിന് നിന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ വിട്ടിട്ട് പോകുന്ന പാരമ്പര്യത്തിന് നിന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ല. ഒരു രാജ്യത്തിനും നിന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ല. ശത്രുവിന്റെ എത്ര പദ്ധതികൾ അണിയറയിൽ വെളിപ്പെട്ടാലും നീ ഭയപ്പെടേണ്ട. വിളിച്ചു പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടത് യേശു കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എടുത്തു പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഇന്നും ഗുണകരമായി എനിക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം. ഒന്നുകൂടെ കയറി പറയാ, എക്സ്പയറി ഡേറ്റ് ആകാത്ത ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമാണ്. ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. കാലത്തിന്റെ ദൈർഘ്യത്തിനകത്ത് അല്ലെ വെള്ളിക്കും പൊന്നിനും മൂല്യം ചുതി വരുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഈ രക്തം ഒരിക്കലും നഷ്ടപ്പെടുന്ന രക്തമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, സംസാരിക്കുന്ന, ഇന്ന് നീ രോഗിയാണോ? ഈ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ.
രക്തം ജയമെടുക്കുകയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തിയ രാമേ പറഞ്ഞാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒന്നുകൂടെ ഞാൻ കയറി പറയാം. ഒന്ന്, എനിക്കും നിങ്ങൾക്കോ നശിക്കാത്തൊരവകാശം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട്, ഹല്ലേലൂയ, ഞാൻ പ്രാപിച്ചിരിക്കുന്ന വീണ്ടെടുപ്പ് അത് നശിച്ചു പോകാത്ത വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞെരുക്കം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് പകലിൽ മരണത്തിനകത്ത് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആത്മാവിൽ വിളിച്ചു പറയുന്നു. മരണഭീതിക്കകത്ത് നിൽക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നീ ഭയപ്പെടേണ്ട. ഈ രക്തമുള്ളിടത്തോളം കാലം നിന്നെ തൊടാൻ ഈ ലോകത്തൊരു മരണത്തിന് കഴിയത്തില്ല. താങ്ക് യു ജീസസ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ട്. ശക്തിയോടെ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ രക്തം, നശിച്ചു പോകാത്ത രക്തം, ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന ജീവനുള്ള രക്തം കൊണ്ടാണ് അവൻ എന്നെയും നിങ്ങളെയും വില കൊടുത്തു വാങ്ങുവാനായിട്ടിടയായത്. ഈ രക്തം ഇന്നും സംസാരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവന് ഈ രക്തം സുരക്ഷിതത്വം തരികയാണ്. എൻ്റെ ജീവന് ഇത് അവകാശം പറയുകയാണ്. മൂന്നാമത്തെ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. മൂന്നാമത്തെ ഭാഗമാണ്, നമ്മൾ ഒരിക്കലും നശിച്ചു പോകാത്ത വചനത്തെയാണ് നാം വിശ്വസിക്കുന്നത്. 23-ാമത്തെ വാക്യം വായിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ഹല്ലേലൂയ ജനനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, കെടുന്ന ബീജം. സകല മനുഷ്യരും ഈ കെടുന്ന ബീജത്താൽ ജനിക്കപ്പെട്ടവരാണ്. സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതൽ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. കരമുയർത്തിപ്പറ, കെടാത്ത ബീജം എന്ന് പറഞ്ഞാട്ട്. സ്തോത്ര. അങ്ങനെയാണെങ്കിൽ ഈ ബീജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് താഴോട്ടുള്ള വാക്യങ്ങളിൽ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഏതാണ്? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഇത് സാക്ഷാൽ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ കൊല്ലുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കോ കഴിയത്തില്ല എന്ന് ആ വചനത്തിലൂടെ വെളിപ്പാട് പറയുകയാണ്. സ്തോത്രം. എന്താ ഉറപ്പ്? പത്രോസ് അപ്പോസ്തലൻ പറയുക, ഈ ബീജം കെടുന്ന ബീജമല്ല, ഈ വചനം കെടുന്ന വചനമല്ല. ഇതിനെ കെടുത്തുവാൻ 1-ാം നൂറ്റാണ്ട് മുതൽ ശ്രമിച്ചു. ഇതിനെ കെടുത്തുവാൻ യഹൂദന്മാർ ശ്രമിച്ചു. ഇതിനെ കെടുത്തുവാൻ റോമൻ പട്ടാളക്കാർ ശ്രമിച്ചു. ഇതിനെ കെടുത്തുവാൻ പരീക്ഷന്മാർ ശ്രമിച്ചു. ഇതിനെ കെടുത്തുവാൻ ശാസ്ത്രിമാർ ശ്രമിച്ചു. ഇതിനെ കെടുത്തുവാൻ ലോകരാജ്യങ്ങൾ ശ്രമിച്ചു. എന്നാൽ ഹല്ലേലൂയ, കെടാത്ത ബീജം ദൈവം പുറത്തെടുക്കുവാനിടയായി. തിരുവചനത്തിനകത്ത് യേശു കർത്താവിനെ കൊല്ലുവാൻ പല പ്രാവശ്യം പദ്ധതിയിട്ടതായി സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യേശു കർത്താവ് അവരുടെ നടുവിലൂടെ നടന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, ഈ ബീജത്തെ കെടുത്തിക്കളയാൻ കഴിയത്തില്ല. ഇത് മണ്ണിട്ട് മൂടിയാലും ഇത് പുറത്തു വരുന്ന ബീജമാണ്, നശിച്ചു പോകുന്നതല്ല, ഇത് കിളിർക്കുന്നതാണ്. ഒരാമേൻ പറയാമോ? സ്തോത്രം. അതുകൊണ്ട് വിളിച്ചു പറയും. എന്താ പത്രോസെ ഉറപ്പ്? പത്രോസ് അപ്പോസ്തലൻ പ്രസംഗത്തിൽ പറയുകയാണ്, ഈ ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു, എന്നാൽ ദൈവ മരണപാശങ്ങളെ അഴിച്ച് അവനെ പുറത്തെടുത്തു. ഒരാമേ പറഞ്ഞാട്ട്, മരണം കൊണ്ട് തീരുന്നതല്ല ഈ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ വചനം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതേ വെളിപ്പാട് നിന്നുകൊണ്ട് പത്രോസ് പറയുക, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന ഈ ബീജത്തെ കൊല്ലുവാൻ കാലഘട്ടങ്ങൾ നോക്കി, എന്നാൽ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ആ ബീജത്താലാണ് ഞാനും നിങ്ങളും വീണ്ടും ജീവിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് വചനത്തിന് മുമ്പിൽ ആമേൻ പറയുവാൻ കഴിയും? ഇന്ന് ഈ വചനം നിങ്ങളുടെ മനുഷ്യരീരത്തിനകത്ത് രൂപാന്തരം കർത്താവ് വഹിക്കാൻ പോകുകയാ. നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ വചനത്തിന്റെ വിടുതൽ കർത്താവ് നൽകിത്തരാൻ പോകുകയാ. ആരെ കൊണ്ട് കൊല്ലുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഒരു നിമിഷ കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ട്. ഹല്ലേലൂയ. 1, നശിച്ചു പോകാത്ത അവകാശം. 2, നശിച്ചു പോകാത്ത വീണ്ടെടുപ്പ്. 3, നശിച്ചു പോകാത്ത വചനം.
മണ്ണിട്ട് മൂടിയാലും മൂന്നാം നാൾ കിളിർത്തു വരുന്ന വചനം. സ്തോത്രം. പിഴുതു മാറ്റിയാലും പിഴുന്ന സ്ഥലത്തു നിന്ന് വീണ്ടും കിളിർക്കുന്ന വചനം. വിശ്വസിക്കാമോ? നിന്നെ തൊടാൻ ഈ ലോകത്തൊരു ശക്തിയും കഴിയത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഈ ലോകത്തിലെ മനുഷ്യർ, ഈ ലോകത്തിലെ ശക്തി കൊണ്ട് ഒതുക്കാൻ കഴിയുന്നതല്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവ അതേ ആത്മാവാണ് എന്റെയും നിന്റെയും ഉള്ളിൽ വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കണം. ഏതു വെല്ലുവിളി വന്നാലും, ഏതു കൊറോണ വന്നാലും നിന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. നീ വീണ്ടും ജനിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ കെടുന്ന ബീജത്താലല്ല. ഒരാമേ പറയാമോ? എന്റെ അപ്പന്റെ ഹല്ലേലൂയ ജീന് എന്റെ ശരീരത്തുണ്ടെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ട്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ദൈവവൈതലെ നമ്മുടെ ശരീരത്ത് വെളിപ്പെടുന്നത് പിതാക്കന്മാരുടെ ജീവനല്ല, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ജീവനാണ്. ഈ ജീവൻ ശരീരത്ത് കിടക്കുന്നിടത്തോളം കാലം ഏത് കൊറോണ വന്നാലും നീ പറയണം, ഈ മൺശരീരത്തെ തൊടാൻ നിനക്ക് കഴിയത്തില്ല. ഏത് വെല്ലുവിളി വന്നാലും നീ പറയണോ, ഈ ശരീരത്തെ അവകാശം പറയുവാൻ നിനക്ക് കഴിയത്തില്ല. കാരണം ഇത് ജീവിക്കുന്ന ശരീരമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, ഇത് ഉണ്ടാകുവാനുള്ള ശരീരമാണ്, ഇത് ജീവിക്കുവാനുള്ള ശരീരമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? പരദേശത്താ പാർക്കുന്നതെങ്കിലും സ്വദേശത്തിലെ അവകാശങ്ങൾ മാറ്റപ്പെട്ടാലും നീ എന്തുകൊണ്ടാ ഭയപ്പെടുന്നത്? നീ പാർക്കുന്ന ദേശത്ത് പോലും നിന്നെ തഴപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ വിടുതൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. കിലോമീറ്ററുകൾക്കകലെ, രാജ്യങ്ങൾക്കപ്പുറത്ത് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ തൊടുവാൻ ഈ ലോകത്ത് ഒരു ശക്തിയും കഴിയത്തില്ല. നിങ്ങളുടെ ശരീരത്തിലൂടെ പായുന്ന ജീവൻ ഈ ലോകം കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയാത്തതാണ്. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ആ വചനത്തിന്റെ വിടുതൽ നിങ്ങളുടെ മേൽ കർത്താവ് തരാൻ പോകുക. ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ട്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ട്. ഈ ലോകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ ജീവിതത്തെ തള്ളിക്കളയരുത്. ഈ ലോകത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വിശ്വാസ ജീവിതത്തെ നീ തള്ളിക്കളയരുത്. നീ പ്രാപിച്ചിരിക്കുന്നത് നിലനിൽക്കുന്ന അവകാശം, നീ പ്രാപിച്ചിരിക്കുന്നത് നശിക്കാത്ത വീണ്ടെടുപ്പ്, നീ പ്രാപിച്ചിരിക്കുന്നത് നശിക്കാത്ത വചനം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വചനത്തിന്റെ വിടുതൽ കുടുംബങ്ങളിലേക്ക് കർത്താവ് കൈമാറാൻ പോകുക. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്